നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ആദർശം മാളവികയും കൂടെ നാഗേന്ദ്രന്റെ പിന്നാലെ ഫോളോ ചെയ്ത് പോവാണ്. ഈ സമയത്ത് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ എങ്ങോട്ടാ പോയെന്ന് കണ്ടില്ല. അപ്പോഴേക്ക് സേവറിനെ വിളിച്ചു. സേവറെ വിളിച്ചിട്ട് ചോദിച്ചു, അയാളിത് എങ്ങോട്ടാ പോയെന്ന് അറിയാവുന്ന ചോദിച്ചു. അപ്പോഴേക്ക് സേവർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, അയാൾ പോക്കറ്റ് റോഡിലേക്ക് കടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ആദർശ് ആ വഴി പോവാണ്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രന്റെ കാറ് പോകുന്നുണ്ട്. ആദർശ് അങ്ങനെ ഫോളോ ചെയ്ത് അയാളെ ചേസ് ചെയ്ത് പിടിച്ചു. അങ്ങനെ കാർ നിർത്തിയിട്ട് ആദർശങ്ങ് ചാടി ഇറങ്ങുവാണ്. ഒടുവിൽ നാഗേന്ദ്രന്റെ കാറിനകത്ത് നിങ്ങൾ വലിച്ചു പുറത്തിറക്കി ഇങ്ങോട്ടേക്ക് ഇറങ്ങണോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നാഗേന്ദ്രൻ ചോദിച്ചു, നീ എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. എന്താന്ന് തനിക്ക് മനസ്സിലായില്ലല്ലേ? താൻ എൻ്റെ ചിറ്റപ്പനാന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ആ ബിയുടെ അച്ഛനാന്നൊക്കെ ഉള്ള കാര്യങ്ങളും എനിക്കറിയാം. കുറെ കാലം മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മുത്തശ്ശൻ തന്നെ അടിച്ചിറക്കിയതല്ലേ, എന്നിട്ട് നാണം കെട്ട് വീണ്ടും താൻ വന്നിരിക്കുന്നു എൻ്റെ കുടുംബത്തോട് പ്രതികാരം ചെയ്യാനായിട്ട്. തനിക്ക് നാണം ഉണ്ടോടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, ദേ വെറുതെ അനാവശ്യം പറയരുത്, അനാവശ്യമൊന്നുമല്ല, ഉള്ള കാര്യം തന്നെയോട് പറഞ്ഞിരിക്കുന്നേ. എനിക്കറിയായിരുന്നു, കുറച്ച് നാളായി ഞാൻ തന്നെക്കുറിച്ച് അറിഞ്ഞിട്ട്. തന്നെ ഒന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ തനിക്കറിയാലോ, അപ്പം അതുപോലെ തന്നെയാണ് തൻ്റെ സ്വഭാവം. അവന് അനഘ എന്നൊരു പെൺകുട്ടിയിൽ ഒരു മോളുണ്ട്, ചന്തുമോള്. അവളിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവളുടെ അമ്മയുടെ അടുത്താണ്, വീട്ടിലില്ല. അതുപോലെ തനിക്കും ഉണ്ടോ ഇതുപോലെ അവയ്ക്കിത് ബന്ധത്തിൽ സന്തതികൾ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഒരൊറ്റ ഭാര്യ, അതിനകത്ത് 2 കുട്ടികളും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. എൻ്റെ ഭാര്യ ജലജ തന്നെയാണ്, അത് അന്നും അതെ ഇന്നും അതെ, അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, ആര് കണ്ടു? അപ്പോഴേക്കും മാളവി പറഞ്ഞു, ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട ആദർശ് സാറേ, ഇപ്പം തന്നെ ഇയാളുടെ മോൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാവോ? എന്നെ ഒരു ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചോണ്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ കയറി പിടിച്ചു. അതിനുള്ള അവൻ്റെ കറവത്തി ഞാൻ കൊടുത്തിട്ടുണ്ട്, മോനോടൊന്ന് ചോദിച്ചു നോക്കിയാരെ, അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് മോൻ്റെ എന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ്റെ ആകെപ്പാടെ നാണം കിട്ടു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇനി മേലാലെ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചാവട്ടല്ലോ, തന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, തന്നെ കൊന്നു കളയെന്ന് പറഞ്ഞാൽ ആ കോളറം കൂടെ കയറി പിടിച്ചു. പറഞ്ഞത് കേട്ടല്ലോ, കയറി കളിച്ചിട്ടുണ്ടെങ്കിൽ താനാന്നുള്ള സത്യങ്ങളൊക്കെ ഞാൻ കുറച്ച് നാളുകളായി അറിഞ്ഞിട്ട്, പക്ഷേ തന്നെ ഒന്ന് നേരിട്ട് കാണണം ചോദിക്കണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. ഇനി എങ്ങാനും എൻ്റെ കൺമുന്നിലോ എൻ്റെ കുടുംബത്തെ ശല്യം ചെയ്യാനോ വന്നാൽ തന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ലെന്ന് പറഞ്ഞിട്ട് ആദർശം മാളവിയും കൂട്ടി അങ്ങോട്ട് പോവുകയാണ്. ഇടിവെട്ടേറ്റ പോലെയായിപ്പോയി നാഗേന്ദ്രൻ. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന സമയത്ത് ആദർശ് എന്ത് ചെയ്തു, മുത്തശ്ശനെ വിളിക്കുകയാണ്. മുത്തശ്ശനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശിൻ്റെ കോൾ വരുന്നത്. മുത്തശ്ശി പറഞ്ഞു, ഇതേ ആദർശാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശി കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, മുത്തശ്ശി അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട് എങ്കിൽ ആ ഫോണൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, എനിക്കൊന്നും സംസാരിക്കണ്ട. ഇത് മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, സംസാരിക്കണ്ടെങ്കിൽ മുത്തശ്ശനോട് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന്, എനിക്ക് മുത്തശ്ശനോട് സംസാരിക്കാനുണ്ടെന്ന്. മുത്തശ്ശി അത് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുത്തശ്ശ ഫോൺ അങ്ങോട്ട് വാങ്ങിയിട്ട് എന്താന്ന് ചോദിച്ചു. മുത്തശ്ശ, ഈ പറയുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ ശത്രു ആരെന്നുള്ള സത്യങ്ങളൊക്കെ ഞാൻ കണ്ടെത്തി. അബിയുടെ അച്ഛനാണ് നാഗേന്ദ്രന്, അയാളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് മുത്തശ്ശ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, അതെ, നീ ഇത് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ, അല്ല മുത്തശ്ശനല്ല എന്നെ അന്ന് അവിടെ നിന്ന് ഇറക്കിവിടുമ്പോൾ പറഞ്ഞേ ശത്രു ആരെന്നുള്ള കണ്ടെത്തണം. അത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് മുത്തശ്ശ. മുത്തശ്ശൻ പറഞ്ഞു, നിനക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ ചെല്ലുമ്പോൾ നയനയോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇനിയിപ്പം മുത്തശ്ശൻ എന്നെ വിളിച്ചാലും ശരി വിളിച്ചില്ലേലും ശരി, ഞാൻ കണ്ടെത്താനുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ചെന്ന് നയനമോളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്ക്, നീ അറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താ, അതൊക്കെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, ഈ പട്ടാഭിഷേകത്തിനുള്ള സമയമായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി എന്താ, അല്ല ഇനി അപ്പം അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, യുവരാജാവായിട്ട് വാഴിക്കണ്ടെന്ന് ചോദിച്ചു. അനിയുടെ കാര്യം, അനിക്കാണെങ്കിൽ എങ്ങനെയുണ്ട് ആ സ്ഥാനം ഒന്ന് വെച്ചൊഴിഞ്ഞ് പോയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. നിനക്കറിയാൻ പാടില്ല വസുന്ധരെ. പിന്നെ അവ സത്യങ്ങളൊക്കെ കണ്ടെത്തുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ അവൻ ഒടുവിൽ സത്യങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുക, എൻ്റെ കൊച്ചുമോൻ അവന്. അതുകൊണ്ട് അവൻ സത്യങ്ങളൊക്കെ തെളിയിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഇനി നായനെ മോളെയും കൂട്ടിക്കൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വരണം. നാഗേന്ദ്രന് അവനൊട്ടുള്ള പടി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അവൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല, അറിയാം, അവൻ വെറുതെ ഇരിക്കണ്ട, പക്ഷേ അതിനു മുമ്പ് ഈ പറയുന്ന അബിക്കും ചലച്ചിക്കിട്ടൊക്കെ ഒരു പണി കൊടുക്കണ്ടെന്ന് ചോദിച്ചു. നല്ലൊരു പണി തന്നെ കൊടുക്കണം, അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഷോക്കായിരിക്കണം ആദർശിൻ്റെ
നയനയുടെയും കൂടെ വരവെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ആ അത് കൊള്ളാം, അതൊരു നല്ല കാര്യമെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അത് മാത്രമല്ല അനിയുടെ അവന്തികയുടെയും വിവാഹം നടത്തണം. അപ്പം അവന്തികയും നാഗേന്ദ്രനും തമ്മിലൊരു കണക്ഷൻ ഇല്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അവർക്ക്. മുത്തശ്ശി പറഞ്ഞു, അതിന് അനി സമ്മതിക്കുന്നില്ലോ, അനി സമ്മതിക്കുന്നില്ല. ആദർശ് നയനയും കൂടെ ഇങ്ങോട്ടേക്ക് വരട്ടെ, അവർ സംസാരിച്ച് കഴിയുമ്പോഴത്തേനും അവൻ ഏകദേശം ഓക്കെ ആവും. അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അവരും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഉഷാറായല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാളവികയും കുട്ടി ആദർശ് അങ്ങനെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും നയന ചോദിച്ചു, അല്ല ഇതെവിടുന്ന മാളവിയെ കണ്ടതെന്ന് ചോദിച്ചു. ആ സമയത്താണ് മാളവി പറഞ്ഞ്, ശരിക്കും ഇപ്പം എന്നെ ഒരു അപകടത്തിൽ നിന്ന് ആദർശ് സാർ രക്ഷിച്ചോണ്ട് വരുവാന്ന് പറഞ്ഞു. അപകടത്തിൽ നിന്നോ? അപ്പോഴാണ് ആദർശ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതെ, ഈ പറയുന്ന നാഗേന്ദ്രന് മാളവികയെ തട്ടിക്കൊണ്ട് പോയായിരുന്നു പറഞ്ഞു. തട്ടിക്കൊണ്ട് പോയാനോ? മാളവി പറഞ്ഞു, ആദ്യം അഭി എന്നെ കൊണ്ടുപോയത് അവനൊരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് എന്നെ നശിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഞാൻ പോയി. പക്ഷെ പോകുന്ന സമയത്ത് കുറച്ച് ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ട് പോയി. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന അബിയുടെ ആൾക്കാരായിരിക്കുന്ന, പക്ഷെ അതല്ല, ആ നാഗേന്ദ്രൻ്റെ ആൾക്കാരെന്നെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ആദർശ് സാറ് വന്ന് എന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ആദർശ് പറഞ്ഞു, ഞാൻ അയാളെ കണ്ടു, ആ നാഗേന്ദ്രനെ ചിറ്റപ്പനെ കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വരണേന്ന് പറഞ്ഞു. അയാൾക്കുള്ള അന്ത്യശാസ്ത്രവും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, ആദർശേട്ടാ അയാൾ എങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞു. അതെ, അയാളെ വെറുതെ വിടാൻ പാടില്ല. ഇനി അയാൾ തല പൊക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആദർശ് ആരാന്ന് ശരിക്കും അയാൾ അറിയാനായിട്ട് പോകുന്നുള്ളൂ. എന്താണെങ്കിലും അയാളെയും വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പോഴേക്കും മാളവി പറഞ്ഞു, സാറേ ഞാനെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് പൊയ്ക്കോ, ഇനി ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ മാളവി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് നയനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അതെ, ഞാൻ മുത്തശ്ശനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ പറയാൻ. നാഗേന്ദ്രനെ കണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ, എൻ്റെ ചിറ്റപ്പനെ കണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അത് പറയാൻ വിളിച്ചു കഴിഞ്ഞപ്പം മുത്തശ്ശൻ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീട്ടിൽ ചെന്ന് നീ നയനയോട് ചോദിക്കാനായിട്ട്. എന്താ ഞാൻ അറിയത്തില്ലാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ നീ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, അത് പിന്നെ ആദർശേട്ടാ, അല്ല നിനക്കറിയാലോ നമ്മൾ തമ്മിലൊരു കരാറുണ്ട്, പരസ്പരം ഒന്നും മറച്ചു വെക്കില്ലെന്ന്. അത് നീ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ആദർശേട്ടാ ശരിയാ, നമ്മൾ തമ്മിലൊരു കരാറുണ്ട്, പക്ഷെ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാ, ആദർശേട്ടന് വേണ്ടിയിട്ടാ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അല്ല കാര്യം എന്താ? അപ്പോഴാണ് നയന പറയണേ, അതെ അന്ന് മുത്തശ്ശൻ ആദർശേട്ടനെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ, അത് എന്തുകൊണ്ടാണെന്ന് ആദർശേട്ടൻ അറിയാവോ? ആദർശേട്ടൻ്റെ മനസ്സിലൊരു ഈഗോ ഉണ്ടാവണം, മറിഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും പുറത്തു വരണം, മൂർത്തി ജ്വല്ലറിയുടെ ശത്രു ആരാന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരണം. അത് പുറത്തു കൊണ്ടുവരാനായിട്ട് ആദർശേട്ടന് സാധിക്കും എന്ന് മുത്തശ്ശൻ അറിയായിരുന്നു. അതുകൊണ്ടാണ് മുത്തശ്ശൻ അന്ന് പുറത്താക്കിയത്, ആ സത്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. മുത്തശ്ശന് ആദർശേട്ടന് അത്രയ്ക്ക് സ്നേഹമാണ്, അത്രയ്ക്ക് വിശ്വാസമുണ്ട്. ആദർശേട്ടൻ ഒരിക്കൽ തലയെടുപ്പോട് കൂടിയിട്ട് സത്യങ്ങളൊക്കെ കണ്ടെത്തി അവിടേക്ക് തിരിച്ചു കയറി വരുമെന്ന് മുത്തശ്ശന് 100% ഉറപ്പുണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശന് ഭയങ്കര സന്തോഷമായി. പിന്നീട് നയന പറഞ്ഞു, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് ചോദിച്ചു, നിനക്ക് ആദ്യം മുതൽ ഈ കാര്യങ്ങൾ അറിയാമായിരുന്നോ? ആദ്യം മുതലൊന്നും അറിയത്തുണ്ടായിരുന്നില്ല, പക്ഷെ എൻ്റെ 3-ാം മാസം ചടങ്ങ് നടത്തിയില്ലേ, ആ സമയത്ത് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി മുത്തശ്ശിയുടെ പെരുമാറ്റത്തിൽ. അങ്ങനെ ഞാൻ ഒടുവിൽ മുത്തശ്ശനെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നത്, കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞു. പിന്നെ മുത്തശ്ശൻ എന്നോട് ഇപ്പം ആദർശനൊന്നും അറിയരുതെന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശന് കൊടുത്ത് ഞാൻ വാക്ക് ഞാൻ പാലിക്കണ്ടേ, അതുകൊണ്ട് ആദർശനോടൊന്നും പറയായിരുന്നേ. പിന്നെ അത് മാത്രമല്ല, ആദർശേട്ടൻ തലയെടുപ്പോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോന്ന് എനിക്കും കാണണമായിരുന്നു, എൻ്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശൻ അതിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ മുത്തശ്ശന് കൊടുത്ത് വാക്ക് നീ പാലിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് സങ്കടം വന്നേനം, പക്ഷെ ഇപ്പം എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. എന്താണെങ്കിലും എനിക്കറിയായിരുന്നു എൻ്റെ മുത്തശ്ശൻ എന്നെ വെറുക്കാൻ പറ്റില്ല എന്ന്. അപ്പോഴേക്കും നയനി ചിനി എന്താ പരിപാടി? അതെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, മുത്തശ്ശനെ കാണണ്ടേ? അവിടേക്ക് പോകാനോ? പിന്നല്ലാതെ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശനും മുത്തശ്ശി അവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ അവർ വന്നിറങ്ങി. മുത്തശ്ശൻ വന്നിട്ട് ആദർശനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, മുത്തശ്ശ അങ്ങനെ എന്താണെങ്കിലും നമ്മുടെ ശത്രുവിനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, എനിക്കറിയാടാ നീ അങ്ങനെ ചെയ്യുന്നു, മുമ്പ് തൊട്ട് നീ വാശിയുള്ള കൂട്ടത്തിലാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശിക്ഷിക്കുമായിരുന്നു, പക്ഷേ നിന്നെ വഴക്ക് പറയുമ്പോൾ ശാസിക്കുകയും ചെയ്യുന്ന സമയത്ത് പിറ്റേ തവണ ആ പ്രോഗ്രസ് റിപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും നിനക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ അനി അഭി അങ്ങനെ ആയിരുന്നില്ല, അവർക്ക് എത്ര വഴക്ക് കിട്ടിയാലും ഒരു മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ നീ അങ്ങനെയല്ല, വാശിയോടുകൂടി നീ വീണ്ടും പഠിക്കും, വീണ്ടും നിന്നോടൊന്നും പറയേണ്ടതായിട്ട് വരത്തില്ല, ആ രീതിയിലായിരുന്നു.
അതുകൊണ്ട് ശിക്ഷണമൊക്കെ തന്ന നിന്നെ വളർത്തിക്കൊണ്ടു വന്നേ. അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇന്നത്തെ കാലത്തെ കുട്ടികളെ അങ്ങനെ ശിക്ഷിക്കാറൊന്നുമില്ലല്ലോ. അതിൻ്റെതായ വളർത്തു ദോഷം കാര്യങ്ങളെല്ലാം കുട്ടികൾ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശ് പറഞ്ഞു, എനിക്കും എത്രയും പെട്ടെന്ന് ശത്രുവിനെ കണ്ടെത്തണം എന്നുണ്ടായിരുന്നു പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. ഓ എന്നാലും മുത്തശ്ശി വേണ്ട. മുത്തശ്ശി എന്തൊരു അഭിനയമായിരുന്നു കാഴ്ചവെച്ച് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പം. അത് പിന്നെ നിന്റെ മുത്തശ്ശൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് അഭിനയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോടെ മോനെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എല്ലാവരും കൂടെ സന്തോഷത്തോടെ വന്ന ദിവസമല്ലേ, അതെ ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി, അതത്രേ ഉള്ളൂ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. എല്ലാവരും തന്നെ നല്ല സന്തോഷത്തിലായിരുന്നു ഈ സമയത്ത്. അനി നന്ദുവിനോട് പറഞ്ഞു, നന്ദു ഞാൻ ഒരു കാര്യം പറയാം, എന്തൊക്കെ വന്നു പറഞ്ഞാലും എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നില്ല. ഞാനും അവന്തികയും തമ്മിലുള്ള കല്യാണം നടക്കില്ല. നന്ദു പറഞ്ഞു, നടക്കില്ല എന്ന് നീ പറഞ്ഞാലും അത് നടക്കാതിരിക്കില്ലല്ലോ. അതെങ്ങനെ, നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? എന്ത് ചെയ്തിട്ടാണല്ലോ ശരി, ഞാൻ ഈ വിവാഹം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഉറപ്പായിട്ടും ഈ വിവാഹം മുടങ്ങണം. അതിന് ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അനി എന്ത് ചെയ്തു, നവീനെ കാണാൻ ചെന്നു. നവീനോട് പറഞ്ഞു, എടാ നവീനെ, ഈ എൻഗേജ്മെന്റ് അത് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നീ എന്ത് വർത്താനോടെ പറയടേ, എൻഗേജ്മെന്റ് നടക്കൂലോ? നടക്കും, മോതിരം മാറ്റമൊക്കെ നടക്കുന്നുണ്ടല്ലോ. എടാ അതിന് മോതിരം മാറ്റം നടക്കുന്ന സമയത്ത് പേരെഴുതാത്ത മോതിരം ഇട്ടാൽ പോരെ, അപ്പം ഇനി ആർക്കും ഒരു സംശയം തോന്നത്തില്ലല്ലോ എന്ന് നവീൻ പറഞ്ഞു. എടാ നീ ഒരു കാര്യം ചെയ്യണം, അനാമികയോട് ഇതിനെക്കുറിച്ച് പറയണം. ഈ വിവാഹം എങ്ങനെയല്ലോ ഒന്ന് മുടക്കാൻ പറയണം, എൻഗേജ്മെന്റ്. എനിക്കിപ്പോൾ ഡിവോഴ്സ് വേണ്ട, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഡിവോഴ്സ് വേണ്ടെന്ന് അവളോടൊന്ന് പറയണം. എന്തൊക്കെയാടാ നീ പറയണേ? അതെ, എനിക്കിപ്പോൾ ഡിവോഴ്സ് വേണ്ടാന്ന് പറഞ്ഞു. എടാ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നേ, മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞുകൊണ്ടിരുന്നേ, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എന്താടാ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നവീൻ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. അപ്പോഴേക്കും നവീൻ്റെ മനസ്സിലിരുന്ന് പറഞ്ഞു, എടാ എനിക്കറിയാടാ നിന്റെ മനസ്സിൽ നന്ദുവാന്ന്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ, നവീൻ്റെ മനസ്സിലുണ്ടായിരുന്നേ. ഈ സമയത്ത് അനുവദിച്ച് എന്താടാ നീ ആലോചിക്കണേ? ഒന്നുമില്ല. എടാ ഇനിയിപ്പോൾ അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളതൊന്നും കേൾക്കത്തില്ല എന്ന് പറഞ്ഞു. എടാ നീ ഒന്ന് പറഞ്ഞു നോക്ക്, എങ്ങനെയെങ്കിലും ഈ ഡിവോഴ്സ് ഒന്ന് നീട്ടിക്കൊണ്ട് പോകാൻ നോക്ക്. ഞാൻ നോക്കിയിട്ട് അത് മാത്രം ഒരു ഓപ്ഷൻ കാണുന്നുള്ളെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അനിയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും നവയും മനസ്സിൽ പറഞ്ഞില്ലടാ, ഒരു കാരണവശാലും സംഭവിക്കില്ല. കാരണം നന്ദുവിനെ വേറെ ആർക്ക് സ്വന്തമാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് നവി മനസ്സിൽ പറയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.